ആ ഷൈനി ചേച്ചി, ആ മെനഞ്ഞാന്ന് വന്ന സർട്ടിഫിക്കറ്റ് ഇല്ലേ? ഓ അത് ഞാൻ ആ ഡ്രോയർ വെച്ചിട്ടുണ്ട്, സെക്കൻഡ് ഡ്രോയർ താഴത്തെ. ഓ അത് വെച്ചിട്ടുണ്ട്. ഇന്നലെ വന്നത് നമ്മുടെ ആ സൈഡിൽ ഇരിക്കുന്ന ഡെസ്കിൻ്റെ മുകളിൽ. ഓ അവിടെ ഇരിപ്പുണ്ട്. ചേച്ചി പേര് മാറി കൊടുത്തുകളയല്ലേ? ഓ സുധാകരൻ പിള്ള, ദാക്ഷായണി അമ്മ, സരസ്വതി അമ്മ. ഓ പേര് മാറി കൊടുക്കില്ല, ലാസ്റ്റ് അവരെന്നെ വിളിച്ചിടിക്കും കേട്ടാ. ശരി ശരി മക്കളെ, എന്താ ആകെ കൺഫ്യൂഷൻ തന്നെയല്ലേ? എൻ്റെ പൊന്നച്ചാ, നമ്മൾ നേരത്തെ രതീശനായിരുന്നല്ലോ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയം അവിടെ ഇരുന്ന സ്റ്റാഫിനാണ് ഇപ്പോഴും അവിടെ നിർത്തിയേക്കണത്. ആ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ വമ്പം വിറ്റാണ് കാണിക്കണ മൊത്തം മണ്ടത്തരം. ഡിഗ്രിയോ പ്രീ ഡിഗ്രി എന്തൊക്കെയാ പഠിച്ചെന്ന് പറയുന്നത് കേട്ട് ഒരു രക്ഷയില്ല. അത് എവിടെ ഉള്ളത്? അച്ഛാ അച്ഛനറിയാം, മറ്റേ ഷൈനി ചേച്ചി ഇല്ലേ മലയാളയിലുള്ളത്. ആ നമ്മൾ പറയാൻ പോയി കഴിഞ്ഞാൽ എനിക്കറിയാം, എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞിങ്ങനെ പറയും. പക്ഷേ കാണിക്കണ മൊത്തം മണ്ടത്തരം. നമ്മുടെ സുന്ദരിക്കുട്ടി റെഡി ആയിട്ടുണ്ട്. കണ്ടാ കൊച്ചിന്റെ ഡ്രസ്സൊക്കെ കണ്ടാ? അടിപൊളി ഡ്രസ്, നല്ല സൂപ്പർ കളർ കേട്ടാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആന്ത് ഇഷ്ടപ്പെടാത്ത? അടിപൊളിയാണല്ലോ. അച്ഛൻ കണ്ടാ അച്ഛാ? ഞാൻ ദേ കൊച്ചിന് മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുത്ത്. നല്ല ഫ്രോക്ക്, സൂപ്പർ. കേശുവേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? എന്റെ കുഞ്ഞിനെ ഇങ്ങനെ ഒരുക്കി നിർത്തണം. നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ? മുഖത്ത് മേക്കപ്പ് ഇട്ടാ ഇത്രയും സുന്ദരിയാന്നൊരു കൊച്ചിനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. ആണല്ലേ? സംസാരമൊന്നും വേണ്ട കൊച്ചേ. ഇത്ര നേരം ഞാൻ മര്യാദ ഭാഷയിലാണ് സംസാരിച്ചത്. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഡ്രസ് മാറ്റണോ? ഡ്രസ് മാറ്റാനൊന്നും പറ്റൊന്നുമില്ല. പിന്നെ ഞാൻ മാറ്റും. എന്നാ നീ അടി കൊള്ളും. എന്തു മക്കളെ? നീ വെറുതെ രംഗം വഷളാക്കല്ലേ? എനിക്ക് അതിന്റെ ഇടക്കിടന്ന് പിന്നെ അല്ലാണ്ട് കൊച്ചു പറഞ്ഞൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണം. എന്നിട്ട് ഇതിന്റെ വായിലിരിക്കണം കേൾക്കണം. എന്നെ കൊണ്ട് പറ്റൂല. ചേച്ചി ഒന്നും മിണ്ടായി ചേച്ചി. എനിക്ക് ഡ്രസ് വേണ്ട. എന്ന് പറഞ്ഞ എങ്ങനെ മക്കളെ? കുഞ്ഞാ, ചേച്ചി ഒരു കാര്യം പറയട്ടെ. ഈ ഡ്രസ് ഊരിക്കാനല്ലേ മുഖത്തെ മേക്കപ്പ് മൊത്തം പോവും. അത് സാരമില്ല, ഒന്നും കൂടെ ചെയ്താൽ മതി. ഈ ഡ്രസ് കൊള്ളാം മക്കളെ. ഇത് കൊള്ളൂല. ഇതൊരു നടക്കി പോവൂല. അച്ഛാ ഈ ഡ്രസ് മാറ്റി കഴിഞ്ഞാ എവിടെ ജംഗ്ഷനിൽ കൊണ്ടുപോണ്ട. പോവണ്ട. അപ്പൊ നിനക്ക് ഐസ്ക്രീമും വേണ്ടേ? വേണ്ട. അയ്യോ മക്കളെ, പിണങ്ങല്ലേ, നല്ല മക്കളല്ലേ. എനിക്ക് വിശക്കുന്നു. കേശുവേ, നീ അടുക്കളയിൽ നിന്ന് ആ ദോശ എടുത്തോണ്ട് വാടാ. ഓക്കെ. ഇവിടെ കൊണ്ടുവേണ്ട, ഞാൻ അടുക്കളയിൽ നിന്ന് അയച്ചോളാം. എന്നാ കൊച്ചിനെ അടുക്കള കൊണ്ടോ? എനിക്ക് ഓംലേറ്റ് വേണം. കൊച്ചിനെ പെട്ടെന്ന് ഓംലേറ്റ് ഉണ്ടായിക്കോട്. സമയം പോണു. സമയത്തിന് കൊണ്ടുപോയില്ലെങ്കിൽ നിന്റെ അമ്മ എന്നോട് പറയും. സമയത്തിന് കൊണ്ടുവന്നോ? എവിടെ? ഓംലേറ്റ് ഉണ്ടായിക്കോട്. ഇതിനുണ്ടല്ലോ ഞാൻ എന്തെങ്കിലും ചെയ്യും ഉറപ്പാ. ചേച്ചി ഓംലേറ്റ് ഉണ്ടാക്കിയാലോ? അതെന്നെ നേരത്തെ ഉണ്ടാക്കിയത്. നേരത്തെ ഉണ്ടാക്കാൻ പാടില്ലേ? ഓംലേറ്റ് തണുത്തു. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നീ തണുത്ത ഓംലേറ്റ് ഒക്കെ കഴിക്കാറുള്ളതാണല്ലോ, പിന്നെന്താ പ്രശ്നം? എനിക്ക് ചൂടുള്ളത് മതി. പാറുവേ, ഭയങ്കര കഷ്ടമുണ്ടോ നിന്റെ കാര്യം? കുറച്ചുകുട്ടികളെ നോക്കാനേ കുറച്ച് പാടൊക്കെ ഉണ്ട് കേട്ടാ. പാടൊക്കെ ഉണ്ട്. ഇത് പക്ഷെ പാടല്ലല്ലോ, പെടാപ്പാടല്ലേ. ചേച്ചി എന്ത് പ്രശ്നം? എന്ത്? എടാ നമുക്ക് തണുത്ത ഓംലേറ്റ് വേണ്ടെന്ന്. പക്ഷെ അത്ര തണുപ്പൊന്നുമില്ല, ചെറിയ ചൂടൊക്കെ ഉണ്ട്. പാറ മക്കളെ, ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കുന്നില്ലേ? മകൾ കഴി. ചേച്ചി ഓംലേറ്റ് ഇടാ. അങ്ങനെ മര്യാദയ്ക്ക് പറഞ്ഞാ കഴിക്കാം. ചേച്ചി ദോശ എടുത്തിട്ട് വിടും. 2 ദോശയുണ്ട്, മൊത്തം കഴിക്കണം കേട്ടാ. പഞ്ചസാര ഇട്ട് തരട്ടെ? എടാ കേശുവേ, നമ്മള് പണ്ട് ഇതുപോലെ പറഞ്ഞാൽ കേൾക്കാത്തപ്പോഴേ അമ്മയുടെ ഒരു ചട്ടുക പ്രയോഗം ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാ? എന്റെ പൊന്നോ, മറക്കാൻ പറ്റൂ? എനിക്കല്ലേ കൂടുതൽ കിട്ടിയത്. അത് മിക്കവാറും ഞാനിവിടെ ഇറക്കണ്ട വരും. ചിലപ്പോഴേ ഉള്ളു. ചിലപ്പോഴൊന്നും അല്ല, ഞാൻ ഇപ്പൊ തന്നെ അത് എടുക്കും. ചേച്ചിയെ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ എല്ലാം സഹിച്ച് നിക്കുന്നേ. പാറേ, മര്യാദക്ക് ദോശ കഴിച്ചോളണം. കേശുവേ, എനിക്ക് നല്ല ദേഷ്യം വേണ്ടിട്ടോ. കൺട്രോൾ ചേച്ചി, കൂൾ കൂൾ കൂൾ. തലയിലേക്ക് വെള്ളം ഒഴിച്ചാ മതി, അപ്പൊ കൂളാവും. എന്റെ പരദൈവങ്ങളെ, ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? പെട്ടെന്ന് കഴിച്ചു കഴിയാൻ കഥയും പറഞ്ഞോണ്ടിരിക്കുക. പെട്ടെന്ന് കഴിക്കുന്നത്. ജംഗ്ഷനിൽ പോയിട്ട് പെട്ടെന്ന് പറഞ്ഞു. ഫുഡ് 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 എടുക്കും. ഇപ്പൊ എടുക്കാം. പെട്ടെന്ന് 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 ആവട്ടെ. മക്കളെ, അത് നമ്മൾ ജംഗ്ഷനിൽ പോകൂലേ? ജംഗ്ഷനിൽ പോയിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചുറ്റിക്കറങ്ങും. അപ്പോഴും മക്കളെ ഒരുപാട് ഫ്രണ്ട്സിനെ കാണും. അവരുമായിട്ട് സംസാരിച്ച് കളിയും ചിരിയായി. അപ്പോൾ കുറേ കഴിയുമ്പോൾ മക്കൾക്ക് വിശക്കും.
അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് താണ് ടിഫിൻ ബോക്സ് എടുക്കണം. പഴം, ആപ്പിള് ഒക്കെ എടുത്തു നോക്കി പെട്ടെന്ന്. കൊച്ചിന് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടോ? അത് കുഴപ്പമില്ല മക്കളെ, മക്കളെ ഇരിക്കട്ടെ, ചിലപ്പോൾ നിനക്ക് കഴിക്കാൻ തോന്നിയാലോ. ഇരിക്കട്ടെ മക്കളെ. ആ ചങ്കരൻ പിന്നെയും തെങ്ങി തന്നെ. ഡാഡി, this is too much. I can't bear this anymore. You have to, baby. അച്ഛാ പാറുവേ, എന്റെ പൊന്നുമോക്ക് ചേച്ചി ശരിക്കുള്ള സ്വഭാവം അറിയാൻ പാടില്ലോ. അച്ഛാ ലച്ചു ഒരു കാര്യം ചെയ്യ്, ചൂടുവെള്ളം തണുപ്പിച്ചേ ഒരു കുപ്പിയിലാക്കി ഇട്. അച്ഛന് എനിക്ക് തമാശ അയ്യോ പാവമല്ലേ മക്കളെ, കൂടെ വരട്ടെ. അച്ഛാ നമുക്കിതിന് എത്രയും പെട്ടെന്ന് കൊണ്ട് തള്ളാച്ചാ. പാറുവേ വാടാ, നമുക്ക് വെളിയിരിക്കാം. പാറുവേ, പാറു നല്ല വാശിയും തർക്കുത്തരമായിട്ട് പറയാണ്. നല്ല കുട്ടികൾ ഇരുന്ന് പറയൂല കേട്ടാ. ഞാൻ നല്ല കുട്ടിയല്ല. എന്നോടുള്ള ദേഷ്യത്തിന് പോയതാ. ആണോ? ആ ആണെങ്കിൽ ആ ദോശ മൊത്തം കഴിക്ക്, ഞാൻ വരുത്തരാം. എടാ ഈ കൊച്ചു എന്തോ തന്നെ ഇവിടെ നിന്നെയൊക്കെ പറഞ്ഞതല്ലേ, നീയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വളർത്തില്ലാതാക്കിയത്. ഒരു കാര്യം പറഞ്ഞാൽ കാലോർത്തിക്കഴിഞ്ഞു പോകാൻ പറ്റില്ല.